സൈഡിൽ എവിടെയും നമുക്ക് ഫ്യൂവൽ ടാങ്കിനെ കാണില്ല. ഫ്യൂവൽ ടാങ്കിനെ ഒളിപ്പിച്ചിട്ടുള്ളത് 1970 കാലഘട്ടങ്ങൾ വരെ മെഴ്സിഡീസ് ബെൻസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മോഡലിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. അതാണ് മെഴ്സിഡീസ് ബെൻസ് W115 എന്ന് പറയുന്ന മോഡൽ. W114 അതുപോലെ തന്നെ W115 എന്ന് പറയുന്ന രണ്ട് മോഡലുകളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകളും രസകരമായിട്ടുള്ള ചില ഫീച്ചറുകളുമാണ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സമ്മാനവും ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ മിസ് ചെയ്യാതെ കാണാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് മെഴ്സിഡീസ് ബെൻസിൻ്റെ W115 എന്ന് പറയുന്നത്. W115 എന്ന് പറയുന്ന സമയത്ത് ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. W114 എന്ന് പറയുന്ന സമയത്ത് ഒരു 6 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഈ രണ്ട് വേരിയൻറ്റ് തമ്മിലുള്ള വലിയ വ്യത്യാസം അതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1970 കാലഘട്ടങ്ങൾ വരെ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലാണ് എന്നൊക്കെ നമുക്ക് പറയാം. 1968 ഈ വാഹനം അല്ലെങ്കിൽ ഈ ഒരു മോഡൽ വാഹന വിപണിയിലേക്ക് കടന്നു വന്നത്. 1968 മോഡലിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അതായത് ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ഒരു W115നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. W110 എന്ന് പറയുന്ന, അതായത് മെഴ്സിഡീസ് ബെൻസിൻ്റെ തന്നെ ഫിൻടെയിൽ എന്ന് പറയുന്ന മോഡലിന് ശേഷമാണ് W115 എന്ന് പറയുന്ന മോഡൽ വാഹന വിപണിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങളോടുകൂടി വന്നിട്ടുള്ള ഒരു മെഴ്സിഡീസ് വാഹനമാണ് W115 എന്നുകൂടി വിശേഷിപ്പിക്കാം. മെഴ്സിഡീസ് ബെൻസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഓട്ടോമൊബൈൽ മേഖലയിൽ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണെന്ന് വരും. കാരണം ആദ്യകാലങ്ങൾ മുതൽ തന്നെ വാഹനങ്ങൾ നിർമ്മിക്കുകയും ഇപ്പോഴും വാഹന വിപണിയിൽ സജീവമായി നല്ല സെയിലോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് മെഴ്സിഡീസ് ബെൻസ് എന്ന് പറയാം. ആ സമയത്ത് നമുക്ക് ടെസ്ല എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ചുകൂടി പറയാമെന്നതാണ്. കാരണം ഇലക്ട്രിക് മേഖലയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന, ഉടനെ ഇന്ത്യയിലേക്ക് വരും, അതുപോലെ തന്നെ US മാർക്കറ്റിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ടെസ്ല എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് US സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ച് പറയാവുന്നതാണ്. US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം രൂപയ്ക്ക് കുറച്ച് മൂല്യം കുറവാണ്. കാരണം 2011 42 രൂപയായിരുന്നു ഒരു US ഡോളറിന് ഇന്ത്യൻ റുപ്പി കിട്ടിയിരുന്നത് എങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം 75 രൂപയോളമാണ് നമുക്ക് വില വരുന്നത് എന്നതാണ്. അപ്പോൾ ശരിക്കും ഇപ്പം US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ശരിക്കും ലാഭമാണെന്ന് പറയാം. കാരണം ഇതിങ്ങനെ വാല്യൂ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു ഷെയർ വാങ്ങുന്നതിൽ വ്യത്യസ്തമായിട്ട് US സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു ഷെയർ വാങ്ങുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത, നമുക്ക് ഫ്രാക്ഷൻ ഓഫ് ഷെയറുകൾ വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ചെറിയ എമൗണ്ടിന് ചെറിയ ഷെയറുകൾ വാങ്ങാം. വലിയൊരു എമൗണ്ടിന് വലിയ ഷെയർ വാങ്ങുന്നതിൽ വ്യത്യസ്തമായിട്ട് കുഞ്ഞു ധാരാളം ഷെയറുകൾ വാങ്ങാൻ പറ്റും എന്നതാണ് US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്തെങ്കിൽ ഫണ്ടിങ് ഫീസ് തുടങ്ങിയിട്ട് ഒരുപാട് ഫീകൾ ശരിക്കും US സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് ഞാൻ നിങ്ങൾക്ക് IND മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുന്നത്. ഈ IND മണി ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കർ ഫീസ് അങ്ങനെ തുടങ്ങിയിട്ട് യാതൊരുവിധ കമ്മീഷനും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇങ്ങനെ തുടങ്ങിയിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ഫീസുകളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ IND മണി ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഫണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 750 രൂപയുടെ ടെസ്ലയുടെ സ്റ്റോക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. 750 രൂപ വർത്തായിട്ടുള്ള, അതായത് നിങ്ങളിപ്പോൾ ഒരു 5000 രൂപ അതിലേക്ക് ഫണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ്, ഒരു 15% അതിൻ്റെ ആ ഒരു വാല്യൂ നിങ്ങൾക്ക് അപ്പം തന്നെ തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മളെ W115ലേക്ക് വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു W115ഉം W114ഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞു. വലിയ ഒരു ഗ്രില്ല് നമുക്ക് കാണാം. അതായത് അത്യാവശ്യം റോഡിൽ കാണുന്ന സമയത്ത് തന്നെ ഒരു റോഡ് പ്രസൻസ് അത് നൽകുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഒരു വിൻറ്റേജ് വാഹനമാണ് എന്നുള്ളതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും ശരിക്കും ഒരു ഗ്രില്ലിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ 3 സ്റ്റാറുകൾ കാണാം. ഈ സ്റ്റാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഇതുകൊണ്ട് ഇങ്ങനെ ഫോൾഡ് ആവുന്ന തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ശരിക്കും ആ ഒരു കാലഘട്ടങ്ങളിൽ റൗണ്ടായിരുന്ന ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു വ്യത്യസ്തതയാണ് ശരിക്കും ഈ ഒരു ചതുരത്തിലുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊണ്ടുവന്നതെന്ന് പറയാം. ഇതിനകത്തുള്ള ഹെഡ് ലാമ്പ് ശരിക്കും റൗണ്ട് ഷേപ്പ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡിസൈനിനെ മാത്രമാണ്, അതായത് ഫ്രണ്ടിലെ ഗ്ലാസിനെ മാത്രം സ്ക്വയർ ഡിസൈനിൽ കൊടുത്തിട്ട് അതിനൊരു ക്രോമിയം ആവരണമൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ വരാനുണ്ടായ കാരണം ഈ ഒരു ഡിസൈൻ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഡിസൈനിന് ആനുപാതികമായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിനെ മെഴ്സിഡീസ് ബെൻസ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ചില ഭാഗങ്ങളിൽ ശരിക്കും ഒരു വൈപ്പർ യൂണിറ്റൊക്കെ ഈ ഹെഡ് ലാമ്പിന് കൊടുത്തിട്ടുണ്ട്, ചെളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ തുടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബമ്പർ കാണാം. ഇത് ശരിക്കും സ്റ്റീലാണ് ഉണ്ടാവും. ഇതൊക്കെ വന്ന് ഇടിച്ച് കഴിഞ്ഞാൽ ഇപ്പം ആക്സിഡൻറ്റ് സാധ്യത കൂടുതലുണ്ട്. പക്ഷെ അന്ന് അത്തരത്തിലുള്ളൊരു വിഷയമൊന്നും ചർച്ചയ്ക്കില്ലാത്തത് കൊണ്ട് സ്റ്റീൽ അലൗഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിൻറ്റേജ് വാഹനങ്ങളിൽ ശരിക്കും സ്റ്റീലിൻ്റെ ഇതുപോലത്തെ റാഡുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഭാഗങ്ങളാണ് ബമ്പർ യൂണിറ്റായിട്ട് കൊടുത്തിട്ടുള്ളതെന്നാണ്
നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ, കാലിഫോർണിയ അല്ലേ, നൈസ്. ഈ സ്റ്റാറിന് ക്രമീകരിച്ചുള്ള ഒരു പ്രത്യേക രീതിയിലാണ്, നല്ല രസമുണ്ട്. ശരിക്കും ഈ ഒരു വാഹനം ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് നല്ല രസമുണ്ടെന്ന് പറയാം. കാരണം അതുവരെ ഉണ്ടായിരുന്ന മെർസിഡീസ് ബെൻസിൻ്റെ മോഡലുകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഈ ഒരു വാഹനത്തിന് ശരിക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മൾ വീൽ യൂണിറ്റ് കാണാം. ഈ വീൽ യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പം ലേറ്റസ്റ്റ് എസ് ക്ലാസ്സിൽ പോലും ഇത്തരത്തിലുള്ള വീലുകൾ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഏകദേശം ഇതേ രൂപങ്ങളുള്ള, അതിനകത്തൊരു സ്റ്റാറും ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും ഒരു ക്രോമിയം കവറിങ്ങും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഭാഗം ഒക്കെ കൊടുത്തിട്ട് നല്ല രസകരമായിട്ടുള്ളൊരു വീല്. ശരിക്കും റോട്ടിൽ റൺ ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു ക്രോം, ഈ ഒരു എലമെൻറ്റ് ശരിക്ക് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അതിങ്ങനെ വാഹനത്തെ മൊത്തം കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നൈസായിട്ട് തോന്നി. അതുപോലെ തന്നെ ആൻറ്റീന കൊടുക്കാനുള്ളൊരു ഭാഗം, വൈപ്പർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇതെല്ലാം ഓൾമോസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വാഹനത്തിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ക്യാബിൻ സ്പേസ് നമുക്ക് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. നൈസ്. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറർ, ഈ ഒരു ഭാഗത ശരിക്കും ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലെ കൊടുത്തേക്കുന്നത്, ഇതിങ്ങോട്ട് തുറക്കാൻ പറ്റും കേട്ടോ, ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രോമിയം പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കണ്ടൊരു ക്രോമിയം പ്ലേറ്റിംഗ്, നൈസ്, കൊള്ളാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബൂട്ട് ലിഡിൻ്റെ ഭാഗം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ദൂരം നിന്ന് കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു വാഹനമാണ്. 4.6 മീറ്റർ ലെങ്ത്താണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്നുള്ളതാണ്. ശരിക്കും നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കാണാൻ, അടിപൊളി. നല്ല നീളമുള്ള ഒരു വാഹനം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നീളം ഫീൽ ചെയ്യുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു സാധനമില്ലേ, ഈ സാധനം ശരിക്കും വാഹനത്തെ ഫുള്ള് 360 കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ആ സൈഡിൽ നിന്ന് വന്ന സംഭവം ഉണ്ടോ, ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ടെയിൽ ലാമ്പ് യൂണിറ്റ്. 4 കളറുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡ് പോലെ കൊടുത്തിട്ടില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ഈ വാഹനത്തിന് രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ എവിടെയും നമുക്ക് ഫ്യൂവൽ ടാങ്കിനെ കാണില്ല. ഫ്യൂവൽ ടാങ്കിനെ ഒളിപ്പിച്ചിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. അതായത് ബാക്ക് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ബാക്കിൽ ഫ്യൂവൽ ടാങ്കുള്ള വേറെ ഏതെങ്കിലും വാഹനം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അടിപൊളി. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ. എക്സോസ്റ്റ് യൂണിറ്റ് അവിടെ കാണാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരു ബമ്പർ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. മെർസിഡീസിൻ്റെ 3 സ്റ്റാർ ലോഗോ. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പൊക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. ഇപ്പോൾ ഇതൊരു വിൻറ്റേജ് വാഹനം ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അടിപൊളി. കുറച്ച് വൃത്തിക്കുറവുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണം. അതൊരു പഴയ വാഹനമായതുകൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും കാണിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇതാണ് ബാക്ക് ഭാഗം. ശരിക്കും ഈ ഒരു കാണുന്ന ഏരിയ ഫുള്ളുണ്ടല്ലോ, ഇതും കുറച്ച് അങ്ങോട്ട് സീറ്റിലേക്ക് കൂടി കയറി നിൽക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ ക്രമീകരിച്ചുള്ളത്. അതായത് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെ എന്ന് പറയാം. ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളാണ് നോക്കാനുള്ളത്. ജസ്റ്റ് ഇത് പ്രസ് ചെയ്തിട്ട് തുറക്കുന്ന ആ ഒരു സിസ്റ്റം നോക്കിയാൽ ഒരു ക്രോമിയം പ്ലേറ്റഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആട്ടോ. അതുപോലെ ഇപ്പോഴും റോൾസ് റോയ്സിലുള്ള ആ ഒരു സിസ്റ്റം, അതങ്ങനെ തന്നെ പറയണം. കാരണം റോൾസ് റോയ്സ് നമ്മൾ പറഞ്ഞപ്പോൾ വിൻറ്റേജ് കാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോർ ഹാൻഡിൽസ്, അതായത് ആൻഡ്രസ്റ്റും കാര്യങ്ങളും, ഇത് പ്ലാസ്റ്റിക് ആണ്, ലെതർ അല്ല. പക്ഷേ ഈ ഭാഗം ലെതറാണ്. ഇത് ഇവിടെ ഒരു ലെതർ കോട്ടിംഗ് ആണ് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഇത് ലെതറാണ് വരുന്നത്. ഈ ഭാഗം മാത്രമാണ് ഈ ഡോറിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാം ലെതറായിട്ടാണ് ക്രമീകരിച്ചുള്ളത്. ഇതാണ് നമ്മളെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഡോർ ഹാൻഡിൽസ്, അതുപോലെ തന്നെ വിൻഡോയുടെ കൺട്രോൾ. പവർ വിൻഡോ ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നല്ല അടിപൊളി കുഷ്യനായിട്ടുള്ള സീറ്റാണ്. ഇപ്പോൾ ഇതിൽ ഞങ്ങൾ കുറച്ച് നേരം യാത്ര ചെയ്ത സമയത്ത് ഒരു രക്ഷയും ഇല്ലാത്ത സീറ്റ് എന്ന് പറയാം. ബാക്കിലിരിക്കാനും ഭയങ്കര കംഫർട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആട്ടോ, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അല്ല, അതുകൂടി മനസ്സിലാക്കുക. സ്റ്റിയറിംഗ് വീല് മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോട് കൂടി വന്നിട്ടുള്ള ഒരു അടിപൊളി സ്റ്റിയറിംഗ് വീൽ. അതിനകത്തൊരു ക്രോമിയം പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് കയറിയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ ബട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എഞ്ചിൻ ഓഫ് ചെയ്യുന്ന ബട്ടനാണ്. ഇത് വലിച്ചിട്ടാണ് നമ്മൾ ഓഫ് ചെയ്യുക. പഴയ കാലത്തെ വണ്ടികൾ ഓഫ് ചെയ്യില്ല, അങ്ങനെ ആയിരുന്നു. നമ്മൾ ഇത് ഹോണിൻ്റെ ബട്ടൺ, ഇത് എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഇത് നമ്മുടെ AC യുടെ ക്ലോസിംഗ് ഭാഗം, ഒരു മാനുവൽ ക്ലോസിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടണാണ്. ഇത് വലിച്ചിട്ടാണ് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോളാണ് കൊടുത്തുള്ളത്. കീ ഇടുന്ന ഭാഗം ഇതാണ് കേട്ടോ. ശരി, കീ എന്ന് പറഞ്ഞാൽ ഇതാണ്, ചെറിയൊരു സൈക്കിളിൻ്റെ കീ പോലത്തെ ഒരു സെറ്റപ്പേ ഉള്ളൂ. നൈസ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി അനലോഗാണ്. ഇത് RPM മീറ്റർ, ഇത് സ്പീഡോമീറ്റർ, രണ്ടും മാത്രം. അതായത് ചെറിയ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. അത് മെർസിഡീസ് ബെൻസ് എത്രമാത്രം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത് ശരിക്കും ഈ ഒരു ഡാഷ്ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. വളരെ നാരോ ആയിട്ടുള്ള ഡാഷ്ബോർഡ്. ഇപ്പോഴത്തെ ഡാഷ്ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ MBUX സിസ്റ്റം, അതുപോലെ തന്നെ ഇത് മറ്റേത് കുറച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഭയങ്കര അഡ്വാൻസ്ഡാണ് ഇപ്പോഴും ഈ മെർസിഡീസ് ബെൻസ് കാണുന്ന സമയത്ത് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം, അത് നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഈ വാഹനത്തിന് 4 ഡിസ്ക് ബ്രേക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഇപ്പോഴും പല വാഹനങ്ങളിലും ബാക്കിലത്തെ ഡ്രം ബ്രേക്കാണ്, ഇതിനകത്ത് ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ തന്നെ ഈ മിറർ ഫോൾഡ് ചെയ്യുന്ന സിസ്റ്റം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, ഇവിടെ ഒരു സൈഡ് വ്യൂ മിറർ ശരിക്കുണ്ട്. ഈ സൈഡ് വ്യൂ മിറർ ഇപ്പോൾ ഈ വാഹനത്തിനകത്തില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. അതായത് നമുക്ക് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. നൈസ്. അതുപോലെ തന്നെ ഇത് ഗ്ലോ ബോക്സ് കേട്ടോ,
അടിപൊളി. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ഇത് AC-യുടെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ കാണാം. ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സെൻട്രൽ കൺസോളാണ്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. വലിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽവെറ്റ് ക്ലോത്ത് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ശരിക്കും പറഞ്ഞാൽ ക്ലോത്താണ്, പക്ഷേ അതിനകത്ത് പഞ്ഞൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു വെൽവെറ്റിൻ്റെ ഫീൽ ക്രിയേറ്റ് ആവുന്നുണ്ടെന്നുള്ളതാണ്. സീറ്റ് നോക്കിയാൽ ഒരു സോഫയുടെ അത് എല്ലാ ഗുണങ്ങളോടും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇതിനെവിടെയും നമ്മൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. ഹെഡ് റെസ്റ്റ് എന്നുള്ള പരിപാടി ഈ വാഹനത്തിനകത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നൈസ്. ഇരിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടാട്ടോ ഇരിക്കാൻ, നല്ല സുഖമുണ്ട് ഇരിക്കാൻ. അതായത് എത്ര ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാലും നമുക്കങ്ങനെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളൊന്നും ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതൊരു നൈസ്. ഇത് നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോർ തുറക്കുമ്പോൾ ആ ഒരു സോഫ സെറ്റിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണാം. ഡോറിൽ എക്സ്ട്രാ വന്നിട്ടുള്ളത് ആസ്ട്രേ ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ധാരാളം ലെതർ എലമെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇത് പ്ലാസ്റ്റിക്കാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വിൻഡോയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. ലെതർ സീറ്റ് തന്നെയാണ് ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ. സെയിം വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ടില്ല. ഭയങ്കര കംഫർട്ടായിട്ടിരിക്കാം. ലെഗ് റൂം ഉണ്ട്, ഒരു 5 പേരിൽ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഹെഡ് റൂം നമുക്ക് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഡോർ ക്ലോസ് ചെയ്തു. ഭയങ്കര കംഫർട്ടായിട്ട് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പല പ്രീമിയം വണ്ടികളിലും കിട്ടാത്തൊരു കംഫർട്ട് ഈ ഒരു സോഫ സീറ്റിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പല വീഡിയോകളിലും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല എന്നുള്ളതാണ്. കൊള്ളാം. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ നോക്കിയാൽ നൈസ് അല്ലേ? ഫുൾ വിസിബിളാണ്. അത്യാവശ്യം ഭയങ്കര വിസിബിലിറ്റിയാണ് ഇതിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നൈസ്, അടിപൊളി. ഹെഡ് റെസ്റ്റുകളില്ല, അതുകൊണ്ട് ഹെഡ് റെസ്റ്റിൻ്റെ തടസ്സമില്ല. ഇവിടെ കണ്ട ഡ്രൈവർ സൈഡിലേക്കൊക്കെ ഭയങ്കര ഫീൽ ഗുഡായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നാണ്. നൈസ്, അടിപൊളി. ഇത് നമുക്ക് നോക്കാനുള്ളത് ഈ വാഹനത്തിൻ്റെ ഹൃദയമാണ്. ഇത് പതിവിൽ നിന്ന് വിപരീതമായിട്ട് തുറക്കൽ ഇവിടെയാട്ടോ ലോക്ക്. അതായത് ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു എൻഡിലായിട്ട് ഇവിടെ ലോക്ക് ഉണ്ട്. ആ ലോക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പല വാഹനങ്ങളും നമ്മൾ കാണാറില്ലേ, ഹൈഡ്രോളിക് സ്ട്രട്ട്, അതേപോലത്തെ ഒരു എന്താ പറയുക ഹുഡ് ലോക്കിംഗ് സിസ്റ്റം ഈ വാഹനത്തിനകത്തുണ്ട്. പക്ഷേ ഹൈഡ്രോളിക് ഒന്നുമല്ല, ഒരു സ്പ്രിങ് ആക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വളരെ എന്താ പറയുക അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ടെക്നോളജി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ തരത്തിലുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹുഡ് ഓപ്പൺ ചെയ്ത രീതിയുണ്ടോ, അതായത് നമ്മളുടെ ഗ്രില്ലടക്കം മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗ്രില്ല് ഓപ്പണായി വരുന്നത് എന്നുള്ളതാണ്. അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു വരാം. അതുപോലെ തന്നെ മെർസിഡീസ് ബെൻസിൻ്റെ ഡീസൽ എഞ്ചിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 4 ലിറ്റർ ഡീസൽ എഞ്ചിൻ. നൈസ്. മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഡീസലിനകത്തും പെട്രോളിനകത്തും ഈ വാഹനം അവൈലബിൾ ആണ്. ഒരുപാട് വകഭേദങ്ങളുണ്ട്. അതായത് 200, 200D, 230D തുടങ്ങിയിട്ട് ഒരുപാട് മോഡലുകളുണ്ട്. ഏകദേശം 0 to 100 എത്താൻ വേണ്ടിയിട്ട് 13 സെക്കൻഡാണ് ഈ വാഹനം എടുക്കുക. അതുപോലെ തന്നെ 106 km/h വേഗതയിൽ സഞ്ചരിക്കും. 80 PS പവറും അതുപോലെ തന്നെ 180 Nm ടോർക്കും വരെ ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനുകൾ ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയാം. നമ്മുടെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേഡിയേറ്ററിൻ്റെ ആ ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ശരിക്കും പറഞ്ഞാൽ 1968 ഒരു എഞ്ചിനാണ്. ബാറ്ററി പുതിയതാണ്, കണ്ടാൽ തന്നെ അറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും വെല്ലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്തതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻറ്റേജ് മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വാഹനമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിൻറ്റേജ് മോട്ടോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ റീസ്റ്റോർ ചെയ്യുക, അതുപോലെ തന്നെ പ്രീമിയം വാഹനങ്ങളുടെ മെയിൻ്റനൻസ്, പാർട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കുന്ന ഒരു സ്ഥാപനമാണ് വിൻറ്റേജ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പല വിൻറ്റേജ് വാഹനങ്ങളും റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓണേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, പാർട്സുകൾ അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളൊരു കാര്യം. അങ്ങനത്തെ ആളുകൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെട്ടൊരു സ്ഥാപനം ആയതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് വിളിക്കാവുന്നൊരു സ്ഥാപനമാണ് വിൻറ്റേജ് മോട്ടോഴ്സ്. ഇവരുടെ കയ്യിൽ ഒരുവിധം എല്ലാ വിൻറ്റേജ് വാഹനങ്ങളുടെയും പാർട്സുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വാഹനമൊക്കെ ഇത്ര മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. രജിസ്ട്രേഷൻ അതുപോലെ തന്നെ മെയിൻ്റനൻസ്, അത് പ്രീമിയം കാറിൻ്റെ ആണെങ്കിലും വിൻറ്റേജ് കാറിൻ്റെ ആണെങ്കിലും അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്സ് അവൈലബിലിറ്റി, പിന്നെ റോയൽ എൻഫീൽഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിൻറ്റേജ് മോട്ടോഴ്സിനെ വിളിക്കാവുന്നതാണ്. തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫീലും കൂടി നമുക്കിതിൽ നിന്ന് ഉൾപ്പെടുത്താം. അപ്പോളേ നമ്മുടെ W115 ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു വിൻറ്റേജ് വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ആ സ്റ്റാർട്ടിങ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഒരു ബീപ്പ് സൗണ്ട് കേട്ടോ, ബീപ്പ് സൗണ്ട്. പിന്നീട് നമ്മൾ ഇത് വലിക്കണം, ഈ കീ. അടിപൊളി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ജെർക്കിങ് അത് ഭയങ്കര രസമായിട്ട് തോന്നി. AC ഓൺ ചെയ്തിട്ടുണ്ട്. AC അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ഞാൻ ഗിയർ മാറ്റാൻ പോകണം. സാധാരണ ഇതിലേ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകൾക്കാണെങ്കിൽ ഇതിനകത്ത് റൈറ്റ് സൈഡിൽ നിന്ന് മുകൾക്കാട്ടോ. അടിപൊളി. പവർ സ്റ്റിയറിംഗ് ഇല്ല, ABS ഇല്ല, EBD ഇല്ല. പക്ഷെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഹെവിയാണ്. വലിയൊരു എൻജിൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എല്ലാ ഫീലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു 4 ലിറ്റർ എൻജിൻ, അത്യാവശ്യം നോയ്സ് ഇതിനകത്തേക്ക് കേൾക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലൂടെയൊക്കെ സൗണ്ട് വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. പക്ഷേ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഹെവി, നല്ല വീതിയുള്ളൊരു വാഹനം. അതായത് ഇപ്പോൾ ഒരു 2 വരി പാതയിൽ ഒരു സൈഡ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം വലിയൊരു എൻജിനാണ്. കാലപ്പഴക്കം കൊണ്ട് കുറച്ച് സ്ലോ ബ്രേക്കുമാണ്. അപ്പോൾ ഇത് ഓടിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യണം. അത്യാവശ്യം നല്ല പെർഫോമൻസിക്കൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ കാര്യം, വേറൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു റിസ്കി ഫീൽ ശരിക്കും കിട്ടുന്നുണ്ട്. അതായത് റിസ്കി ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുനടക്കാൻ ഭയങ്കര റിസ്ക് ആണെന്നുള്ളതല്ല, പക്ഷേ വേറെ തരം ഫീലിംഗ്. എങ്ങനെ നിർവചിക്കണം എന്ന് എനിക്കറിയില്ല. കൊള്ളാം സംഭവം. നല്ല വിസിബിലിറ്റി ആയിട്ടോ. അതായത് ചെറിയ ഹൈറ്റ് കുറഞ്ഞ വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും പക്ഷേ വിസിബിലിറ്റി ഹെവിയാണ്. റോഡ് മുഴുവൻ നമുക്ക് കാണാം. അതിന് ഈ ഒരു വലിയ വിൻഷീൽഡും ഈ ക്വാർട്ടർ ഗ്ലാസും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് ഫൺ ഡ്രൈവ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് ഇതിനെ കമ്പയർ ചെയ്യരുത്. ഭയങ്കര പ്ലഷർ ഡ്രൈവാണ്. ഒന്നാമത് ഇതൊരു വിൻറ്റേജ് വാഹനമാണ്. നമ്മൾ ആ ഒരു 3 സ്റ്റാറെല്ലാം കണ്ടിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് നല്ല രസമുള്ളൊരു ഫീലാണ്. വലിയ വാഹനമാണ്, നല്ല നീളമുണ്ട്. അത് ശരിക്കും നമുക്ക് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിൻ്റെ ഒരു വ്യത്യാസവും ശരിക്കുണ്ട്. അതുപോലെ തന്നെ വലിയ വാഹനമാണ് എന്നുള്ളതിൻ്റെ ഒരു കെയറും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സസ്പെൻഷൻ നല്ല അടിപൊളി. അതിനകത്തൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ സസ്പെൻഷൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കറവൊക്കെ എടുക്കുന്ന സമയത്ത് പോലും യാത്രക്കാർക്ക് അത്യാവശ്യം നല്ലൊരു കംഫർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ ആയിട്ടാണ് ഈ വാഹനം ഇറങ്ങിയ കാലത്ത് തന്നെ. ഇത് നിർത്താൻ തോന്നുന്നില്ല, ഇതിങ്ങനെ ഓടിച്ച് കൊണ്ടു നടക്കുന്നു. അതിൽ പ്രധാന റോള് വഹിക്കുന്നത് ശരിക്കും ഈ സസ്പെൻഷനും അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷനും ആട്ടോ. നമ്മൾ ഈ ഒരു പുതിയ കാലത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജികളൊക്കെ ഓടിച്ചിട്ട് ഇതിലേക്ക് മാറി ഓടിക്കുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ കാലത്ത് വാഹനം നമ്മളെ കൊണ്ടുപോകുന്നു, നമ്മൾ ചെറിയൊരു എഫേർട്ട് കൊടുത്താൽ മാത്രം മതി. അന്നത്തെ കാലത്ത് നമ്മൾ വാഹനത്തെ കൊണ്ടുപോകുന്നു, നമ്മൾ നല്ല എഫേർട്ട് കൊടുക്കണം. ആ ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും മെർസിഡീസ് ബെൻസിൻ്റെ ഒരു തലമുറ മുമ്പെയുള്ള, അതായത് 1968 മോഡൽ W115 കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നതായി വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെജൻഡ് അല്ലേ. അതായത് ഞാൻ ജനിക്കുന്നതിൻ്റെ ഒക്കെ 35-40 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു മോഡൽ. ഒരുപാട് ആളുകൾ അങ്ങനെ അധികം കണ്ടു ശീലിച്ചിട്ടില്ലാത്തൊരു മോഡൽ. എനിക്കൊന്നും മലയാളത്തിൽ വളരെ കുറഞ്ഞ റിവ്യൂ മാത്രമാണുള്ളത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഹനത്തെ പരിചയപ്പെടാൻ നമുക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. താങ്ക്സ് ടു വിൻറ്റേജ് മോട്ടോഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ജിംസൺ ചേട്ടനാണ് ശരിക്കും നമുക്ക് ഈ ഒരു സൗകര്യങ്ങൾ, അതായത് ഞാനൊരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ കണ്ട് അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. അദ്ദേഹമാണ് നമുക്ക് ഈ ഒരു ഷൂട്ടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, അതായത് വണ്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. വിൻറ്റേജ് മോട്ടോഴ്സിൻ്റെ ഓണറാണ്. അപ്പം താങ്ക് യു ടു ജിംസൺ ചേട്ടൻ. അദ്ദേഹം ഖത്തറിലാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ യാതൊരു നിർവാഹവും. എന്തായാലും നല്ലൊരു അടിപൊളി ഡ്രൈവും അതുപോലെ തന്നെ നല്ലൊരു ഫീലും തരാൻ W115 കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഈ വീഡിയോയിൽ IND മണി ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. IND മണി ആപ്ലിക്കേഷൻ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് ടെസ്ലയുടെ ഒരു 750 രൂപയോളം വൃത്തിയായിട്ടുള്ളൊരു ഗിഫ്റ്റും ഇതിൻ്റെ കൂടെ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ